കോഴിക്കോട് മലാപ്പറമ്പ് പ്രോവിഡൻസ് കോളേജിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ആവശ്യത്തിന് ഭക്ഷണവും മരുന്നും ലഭിക്കുന്നില്ലെന്ന് പരാതി. 200-ലധികം പേരാണ് ക്യാമ്പിൽ കഴിയുന്നത്. മലാപ്പറമ്പ്, കണ്ണാടിക്കൽ, പൂളക്കടവ് തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള 200-ലധികം പേരാണ് പ്രോവിഡൻസ് കോളേജിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത്. ആവശ്യമായ മരുന്നും വസ്ത്രവും ക്യാമ്പിൽ ലഭിക്കുന്നില്ലെന്നാണ് ക്യാമ്പിലുള്ളവരുടെ പരാതി. ഭക്ഷണമാണ് ഭയങ്കര ദയനീയാവസ്ഥ. ഭക്ഷണം ഞങ്ങൾ വീടുകളിലും ഒരു സമൃദ്ധമായൊന്നും ഭക്ഷണം വേണ്ട, ഉള്ളതൊന്ന് നല്ലൊരു ഇതിൽ തന്നാൽ മതി. ഞങ്ങളൊക്കെ വലിയ ആളുകളാണ്, ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ അവിടെ പല സൂക്കേടുകാരും ഉണ്ട്. അവർക്കുള്ള ഒരു ഒരു നല്ലൊരു ഭക്ഷണമാണ്. പുട്ടാണോ ഉപ്പുമാവാണോ എന്ന് അറിയാത്തത് നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ. രാത്രിയിൽ കറി കിട്ടാതെ ഇവിടെ പ്രതികരിച്ചപ്പോഴാണ് ഇന്നിപ്പോൾ രാവിലേക്ക് ഒരു ഉപ്പുമാവിൻ്റെ കൂടെ ഒരു പഴവും കൂടി തരാനുള്ള സംവിധാനം ഉണ്ടാക്കിയത്. നമുക്ക് ഭക്ഷണം ഇല്ലായിട്ടല്ല, പക്ഷേ ഇപ്പോൾ നമ്മൾ മാനസികമായിട്ട് തകർന്നിരിക്കുമ്പോൾ ഒക്കെ എനിക്ക് ഒരു മനുഷ്യന് ഒരു ശരാശരി ഭക്ഷണം വേണമല്ലോ. അത് നമുക്ക് ഇവിടെ നിന്നില്ല. ഉള്ളത് ഒന്നാണെങ്കിൽ അത് നല്ലത് തന്നാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ ക്യാമ്പിൽ കഴിയുന്ന കുട്ടികൾക്കും ആവശ്യ സാധനങ്ങൾ ഉറപ്പുവരുത്തുന്നതിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചത്. വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ നിന്ന് 4 ആള് 6 ആളൊക്കെ വന്നാൽ ഒരു വീട്ടിലുള്ളവർക്ക് ഒരു പുല്ലായ, ഒരു ലുങ്കി, ഒരു തോർത്ത് എത്ര മാത്രം കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർ എന്ത് ചെയ്യും മോളെ? വെള്ളം പൊങ്ങിയ സമയത്ത് ജീവൻ കയ്യിൽ പിടിച്ചാണ് പലരും ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയത്. വീടുൾപ്പെടെ സകലതും നഷ്ടപ്പെട്ടു പോയവരുമുണ്ട് കൂട്ടത്തിൽ. അതിനിടയിലാണ് ക്യാമ്പിൽ നിന്നും ഇവർക്ക് തികഞ്ഞ അവഗണന നേരിടേണ്ടി വരുന്നത്. ജനം, കോഴിക്കോട്.